ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് മുസ്ലിം ലീഗ് ഇക്കുറി നേടിയത്. 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിനു ശേഷം മലബാറിൽ ഹരിത തിരമാലകൾ തീർത്തുകൊണ്ടാണ് 22 സീറ്റോടെ മുസ്ലിം ലീഗ് അധികാരത്തിലേക്ക് തിരിച്ചെത്തിയത്. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിക്ക് 80,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം സംസ്ഥാന ചരിത്രത്തിലെ റെക്കോർഡാണ്. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനെ അട്ടിമറിച്ച് പേരാമ്പ്രയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ തെഹ്ലിയ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വനിതാ MLA-യുമായി തീർന്നിരിക്കുന്നു. 2011 നേടിയ 20 സീറ്റാണ് ലീഗിന്റെ ഇതിനു മുൻപുള്ള മികച്ച വിജയം. സീറ്റിൽ മത്സരിച്ച് 26 ഇടങ്ങളിൽ മാത്രം വിജയിച്ച CPIM-മായി താരതമ്യപ്പെടുത്തിയാൽ മനസ്സിലാകും വെറും 27 സീറ്റിൽ മത്സരിച്ച് 22 നേടിയ മുസ്ലിം ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റിന്റെ വലിപ്പവും ഗരിമയും. കഴിഞ്ഞ നിയമസഭയിൽ 15 സീറ്റായിരുന്നു UDF-ലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിന്. മലപ്പുറത്ത് സമ്പൂർണ്ണ സമഗ്രാധിപത്യം, 12-ൽ 12. 2011 നേടിയ 20 സീറ്റാണ് ലീഗിന്റെ ഇതിനു മുൻപുള്ള മികച്ച വിജയം. CPIM കോട്ടയായ പേരാമ്പ്രയിൽ LDF കൺവീനറും സിറ്റിംഗ് MLA-യുമായ TP രാമകൃഷ്ണനെ അട്ടിമറിച്ച് ഫാത്തിമ തഹ്ലിയുടെ വമ്പൻ വിജയം. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതാ MLA എന്ന നേട്ടവും ഇതോടൊപ്പം ഫാത്തിമ തഹ്ലിയെ കുറിച്ചു. മണ്ഡല ചരിത്രത്തിൽ ആകെ 2 തവണ മാത്രം UDF-നെ ജയിപ്പിച്ച മണ്ഡലത്തിലാണ് ഫാത്തിമ തഹ്ലിയ അതികായനെ നിലംപരിശാക്കിയത്. 1999 ഖമനുറിസ അൻവറാണ് മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിച്ചതെങ്കിലും അവർക്ക് വിജയിക്കാനായിരുന്നില്ല. മന്ത്രി V അബ്ദുറഹ്മാനും KT ജലീലും തോറ്റു. ഏതു പ്രതിസന്ധിയിലും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന പൊന്നാനിയും ലീഗിന് കൊടുങ്കാറ്റിൽ കടപുഴുകി. കാത്തിരുന്ന ഒരു വിജയമാണ് ഇന്ന് കേരളം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാസക്കാലമായി ഓരോ കേരളീയനും ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണ് കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി ചർച്ച ചെയ്തുകൊണ്ട് ഭാവി കാര്യങ്ങളുടെ ഒക്കെ എല്ലാം ഒരു തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിക്ക് 80,000-ലേറെ ഭൂരിപക്ഷം ഇതും സംസ്ഥാന ചരിത്രത്തിലെ പുത്തൻ റെക്കോർഡായി. പരിചയസമ്പന്നർക്കൊപ്പം യുവാക്കളും സ്ത്രീകളുമെല്ലാം പ്രാതിനിധ്യം നൽകിയ ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പ്രശംസ നേടിയിരുന്നു. അതിനുമൊപ്പം സർക്കാർ വിരുദ്ധ വികാരം കൂടിയായപ്പോൾ ലീഗ് ഇക്കുറി തൊട്ടതെല്ലാം പൊന്നായി. 23 പേരുടെ അംഗബലവുമായി വരുന്ന മുസ്ലിം ലീഗിന് UDF-ലും കരുത്തും വിലപേശൽ ശേഷിയും കൂടും. കൂടുതൽ മന്ത്രിസ്ഥാനങ്ങളോ ഉപമുഖ്യമന്ത്രി പദവിയോ ഒക്കെ ഇനി അവകാശബോധത്തോടെ ചോദിക്കാം. 2ാം നമ്പർ ഔദ്യോഗിക വാഹനം ലീഗ് ഓഫീസിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്നതിന് ഗ്രാഫിക് ചിത്രം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണ VD സതീശന് തന്നെയെന്ന് ലീഗ് വരും മുൻപേ മുൻകൂട്ടി അറിയിച്ചിട്ടുമുണ്ട്. ലീഗ് നേടിയ സീറ്റെണ്ണം കോൺഗ്രസിൽ സതീശൻ പക്ഷത്തിന്റെയും കരുത്തു കൂട്ടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. ലീഗിന്റെ വിജയ